നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നരനാരായണാവതാരം, യക്ഷയാഗം തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന 16-ാം ദശകത്തിലെ പ്രഥമ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ദക്ഷഃ വിരിഞ്ചതനയഃ അധ മനോഃ തനൂജാം ലബ്ധ്വാ പ്രസൂതിം ഇഹ ഷോഡശ ച ആപ കന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അധ വിരിഞ്ചതനയഃ ദക്ഷഃ മനോഃ തനൂജാം പ്രസൂതിം ലബ്ധ്വാ ഇഹ ഷോഡശ കന്യാഃ ആപ ച ധർമ്മേ ത്രയോദശ ദദൗ സ്വധാം പിതൃഷു ച ദദൗ ഹവിർഭുജി സ്വാഹാം ദദൗ സതീം ത്വദംശേ ഗിരിശേ ച ദദൗ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ മഹാരാജാവ് മനുപുത്രിയായ പ്രസൂതിയെ സ്വന്തം പത്നിയാക്കി. അദ്ദേഹത്തിന് അവളിൽ 16 കന്യകമാരെ ലഭിച്ചു. അതിൽ 13 കന്യകമാരെ ധർമ്മദേവനും, സ്വധ എന്ന പുത്രിയെ പിതൃക്കൾക്കും, സ്വാഹ എന്ന പുത്രിയെ അഗ്നിദേവനും, സതി എന്ന പുത്രിയെ അങ്ങയുടെ അംശമായ സാക്ഷാൽ പരമശിവനും അദ്ദേഹം ദാനം ചെയ്തു. നമസ്തേ.